ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ അതൊക്കെ കൊണ്ട് ഈ പബ്ലിക്കിനകത്ത് ഇടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാര്യം ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നം മാന്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പോയി. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അതേപോലെ ആരതി പൊടിയും തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്നുള്ള രീതിക്ക് 2 ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ ദിവസം തുടങ്ങിയാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് കേട്ടു തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇതിങ്ങനെ കുറേ സ്ക്രീൻഷോട്ടുകളൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അതായത് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിക്കൊക്കെ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ വെറുതെ ഒരു കണ്ടന്റ് മിസ്സാക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് പോന്ന്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതെന്നുള്ള ആ ഒരു വിഷയത്തിനകത്ത് കടക്കണതിന് മുമ്പ് ഈ റോബിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് പറയാം. ഈ റോബിൻ എന്ന് പറഞ്ഞ ഒരാൾ ബിഗ് ബോസിനകത്ത് വന്ന സമയത്ത് ആ ഒരു സീസണിനകത്ത്, അതായത് സീസൺ 4 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് റോബിനായിരുന്നു. റോബിൻ പോകുന്ന വരെ, അതായത് പോയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഉണ്ടാക്കി വെച്ച അതിൻ്റെ ഉള്ളിനകത്ത് ഉണ്ടാക്കി വെച്ച ആ ഒരു പുള്ളിനോടുള്ള ഇഷ്ടവും സംഭവം എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് പുറത്ത് വന്നിട്ട് അത് ഫുള്ള് കളയുന്ന രീതിക്കാണ് പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി മൊത്തം. അതായത് കുറേ നാൾ ദിൽഷയുടെ പുറകെ നടന്ന്, അതായത് പുറത്ത് വന്നിട്ട് ദിൽഷേനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു സാധനം തന്നെ ഫുള്ള് ആ ദിൽഷ എന്നുള്ള ആ ഒരു സെറ്റപ്പിനകത്തേക്ക് പോയി. പിന്നെ ദിൽഷ ലാസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദിൽഷ അതൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ദിൽഷയുടെ പാട്ട് നോക്കി പോയപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കൂടെ ദിൽഷേനെ അറ്റാക്ക് ചെയ്യാൻ പോയി, ഈ റോബിൻ്റെ ഫാൻസ്. അപ്പം അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ്റെ വില പുള്ളിക്കാരൻ തന്നെ ഓരോന്നായിട്ട് കളഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിനകത്ത് പോയിട്ടാണ് പിന്നെ ആരതി പൊടീനെ പരിചയപ്പെട്ട് പിന്നെ ആരതി പൊടീനെ കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള രീതിക്ക്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതെന്താടേ ഒരെണ്ണം പോകുമ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു സംഭവം നമ്മളെ എന്താണോ പുള്ളിക്കാരൻ കാണിച്ചിട്ടിരിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന. പിന്നെ പുള്ളി ലൈവ് ലൈറ്റിനകത്ത് നിൽക്കാനായിട്ട് പല പരിപാടികളും പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയായിരുന്നു, പല വൃത്തിയായിട്ട പരിപാടികളും പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ മൊത്തത്തിലെ പുള്ളിക്കാരനായിട്ട് ഒരു ഇഷ്ടമില്ലാത്ത ലെവലിനകത്തേക്ക് ആയത്. അപ്പോൾ ഈ ഒരു ആരതി പൊടിയായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം, അപ്പോൾ അത് എന്തൊക്കെ വെച്ചിട്ടാണ് ഈ ആൾക്കാരെല്ലാവരും ഇവർ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിക്ക് പറയണതെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കണതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇവർ ഓരോരുത്തരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കണമെങ്കിൽ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ 15 ഫോളോയിങ് ആണ് പുള്ളിക്കാരനുള്ളത്. അതേപോലെ തന്നെ 1.1 ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഈ 15 ഫോളോയിങ്ങിനകത്ത് പുള്ളിക്കാരൻ നമ്മുടെ ആരതി പൊടീനെയും ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരതി പൊടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്തു നോക്കണമെങ്കിൽ 454K ഫോളോവേഴ്സാണ് പുള്ളിക്കാരിക്കുള്ളത്. അതേപോലെ തന്നെ 394 ഫോളോയിങ് ആണ് പുള്ളിക്കാരിക്കുള്ളത്. പക്ഷേ പുള്ളിക്കാരി നമ്മുടെ റോബിനെ ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാര്യം ഇവർ നേരത്തെ ഫോളോ ചെയ്ത് വെച്ചതാണ്, പക്ഷെ ഇപ്പം അൺഫോളോ ചെയ്തതാണ്. അതുകൊണ്ട് ഇവർ ബ്രേക്കപ്പ് ആവുമോ എന്നുള്ള രീതിക്കാണ് പലരും ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള രീതിക്കൊക്കെയാണ് ഈ ഒരു സംഭവം വന്നിട്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കണമെങ്കിൽ ആരതി പൊടി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു സ്റ്റോറിനകത്ത് ഇങ്ങനെയാണ് എഴുതി വെച്ചത്, അതായത് ഈ അച്ഛനായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ആ ഒരു സ്റ്റോറിനകത്ത് ഇങ്ങനെയാണ് എഴുതി വെച്ചത്, ദിസ് ലവ് നെവർ എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ ഈ ഒരു ലവ് അത് ഒരിക്കലും എൻഡ് ചെയ്യൂല. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ റോബിൻ്റെ ലവ് അപ്പോൾ എൻഡ് ചെയ്തു, അപ്പോൾ ഈ ഒരു ലവ് മാത്രമാണ് എൻഡ് ചെയ്യാത്തതുള്ളൂ, അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ പലരും ഇതിനകത്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടാം. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മുമ്പിനകത്തേക്ക് തരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു പുകമറ കിടപ്പുണ്ടെങ്കിൽ അതും ഇതൊക്കെ കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് അങ്ങ് വായിക്കാനായിട്ട് മലയാളികൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണെന്നാണ് ഞാൻ അടക്കമുള്ളവരായിട്ട് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഏതാണ്ട് ഭയങ്കര പുരോഗമനമുള്ള ഒരിത് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. ഞാൻ അടക്കമുള്ളവരെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് കൂട്ടാം. അതായത് റോബിനായിട്ടുള്ള ലവ് ഇപ്പം ഇല്ല, പക്ഷേ ഈ ലവ് മാത്രമാണ് ലാസ്റ്റ് വരെ ഉണ്ടാവുക എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് കൂട്ടാം. ഇനി ആരതി പൊടിയുടെ അതായത് അക്കൗണ്ടിനകത്ത് വന്ന ഒരു കമൻറ്റ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കണതൊന്നുമല്ല, ഇതൊക്കെ ഓരോരോ സ്ഥലത്ത് നിന്ന് കിട്ടണതാണ്. അപ്പം നമ്മളത് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ, വാട്ട് എ ഇമ്മച്വർ ആൻഡ് ചീപ്പ് ആക്ഷൻ യു ഡു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുക. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളിയായി കാണാതെ നോക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം, പൊടിയെ ആരും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും അല്ലല്ലോ റോബിനുമായി റിലേഷൻഷിപ്പ് ഉണ്ടായത്. ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ബാഡ് നൗ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ പൊടിയുടെ അടിയിനകത്ത് തന്നെ ഒരു കമൻ്റ് ആയിട്ട് വന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം കിടങ്ങുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ആരതി പൊടി കൊടുത്തൊരു റിപ്ലൈ ഉണ്ട്. ആ ഒരു റിപ്ലൈ ആണ് മെയിൻ ആയിട്ടുള്ള ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാനായിട്ടുള്ള ഒരു കാരണമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നോക്കണമെങ്കിൽ ആരതി പൊടി കൊടുത്ത റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ ജൂൺ
26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻ വൈഫ് ആവാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുക ആണോ പിന്നെ മെച്യൂരിറ്റി എന്നുള്ള രീതിക്കാണ് അപ്പൊ അവർ റിപ്ലൈ വന്നേക്കണത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സാധനം കിടന്ന് കറങ്ങണത്. അപ്പൊ ഇത് ആരതി പൊടി തന്നെയാണോ കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആരതി പൊടിയാണ് ഈ ഒരു സംഭവം കൊടുത്തതെങ്കിൽ അപ്പൊ ആരതി പൊടിയോടെ പറയണതെന്ന് പറഞ്ഞാൽ റോബിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും അതേപോലെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ആരതി പൊടിയുടെ തന്നെ ഫ്രണ്ടായിട്ട് ക്രഷ് തോന്നി എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ ഒരു സംഭവം പറയണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയൊക്കെ റോബിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മോശം സംഭവം തന്നെയാണ്. പക്ഷേ ആരതി പൊടി ഇതിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയൂ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കൊടുത്ത വേറെ റിപ്ലൈ ഉണ്ട്, വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വോയിസ് പബ്ലിക്കിലേക്ക് ഇടിയിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ആരതി പൊടിയാണ് ഈ ഒരു കമന്റ് ഇട്ടതെങ്കിൽ ഇപ്പൊ ഈ ഒരു കമന്റ് നമുക്ക് എവിടെ കാണാൻ പറ്റില്ല. പക്ഷെ അത് ഡിലീറ്റ് ചെയ്തതാവാമെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ഇപ്പൊ ആരതി പൊടിയാണ് ഈ ഒരു സാധനം ഇട്ടെങ്കിൽ അതിന് വോയിസ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ അതൊക്കെ കൊണ്ട് ഈ പബ്ലിക്കിനകത്ത് ഇടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാര്യം ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നം മാന്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പോവാം. ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂ ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിലുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയണം. ഞാനിപ്പോഴും പറയാനുള്ള അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് അതുകൊണ്ട് ഈ പബ്ലിക്കിനകത്ത് ഇട്ട് ഇവരുടെ അപ്പുറത്തെ ആളെ ഒരു ഇതാക്കുക അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരതി പൊടിയുടെ തന്നെ അടിയിൽ വന്നിട്ടുള്ള വേറൊരു കമന്റ് ആണ്, അതായത് റോബി പൊടി ബ്രേക്കപ്പ് ആയെന്ന് കേൾക്കുന്നു, ഈസ് ദാറ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ടൊരു ഇത്. അപ്പൊ ആരതി പൊടി അതിൻ്റെ അടിയിൽ നോ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കമന്റിന്റെ ഈ നോ എന്ന് പറഞ്ഞ റിപ്ലൈ ആരതി പൊടി പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാ. അപ്പൊ അതും വെച്ചിട്ട് എല്ലാവരും ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് അപ്പൊ നോ എന്ന് പറഞ്ഞ് പിന്നെയാണ് ആരതി പൊടി ബ്രേക്കപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള രീതിക്കും ആൾക്കാർ ഇതൊക്കെ കൂട്ടി വായിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവത്തിനകത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഈ ആരതി പൊടിയുടെ ആണെങ്കിലും റോബിന്റെ ആണെങ്കിലും റിലേഷനും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് ഈ പബ്ലിക്കിനകത്ത് ഇട്ടതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. കാര്യം ഇപ്പൊ റോബിനും ആരതിയും തമ്മിലുള്ള ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒഫീഷ്യലി ഇവർ തന്നെയാണ് മറ്റേ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം റോബിനാണ് വന്നിട്ട് പബ്ലിക്കിനോട് പറയുന്നത്. അപ്പൊ പബ്ലിക്കിനോട് പറയുമ്പോൾ തന്നെ പബ്ലിക് കയറി അതിനകത്ത് ഒരുപാട് ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ബ്രേക്കപ്പ് ആവണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് ആയോ എന്നുള്ള രീതിക്കൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. കാര്യം നിങ്ങൾ തന്നെയാണ് ആ സാധനം കൊണ്ട് പബ്ലിക്കിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ ഉറപ്പായിട്ട് പബ്ലിക് കയറി അതിനകത്ത് ഇടപെടും. അവർ കയറി അവരുടെ കമന്റുകളും പറയും. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയോ ഇല്ലയോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഒഫീഷ്യലി ആയിട്ട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അവർ ബ്രേക്കപ്പ് ആയിരുന്നോ ബ്രേക്കപ്പ് ആയില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബ്രേക്കപ്പ് ആയില്ല എന്നുള്ള ആരതി പൊടിയുടെ ഒരു കമന്റ് ഉണ്ട്. പക്ഷെ അത് അവർ ഡിലീറ്റ് ചെയ്തിട്ടും പോയി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാനും പറ്റൂല അതൊന്നും. ഇത് ചിലപ്പോ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും കൂടെ ആവാട്ടെ. കാര്യം ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഒക്കെ തുടങ്ങാൻ പോണാണ്. അപ്പൊ അത് തുടങ്ങണതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റോബിനെ അറിയാലോ. റോബിന് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടണമെങ്കിൽ അപ്പൊ അവിടെ കയറി നമ്മുടെ സ്പോട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്തും ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ചിലപ്പോൾ പുള്ളിക്കാരൻ ലൈവ് ലൈറ്റിന് വരാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് ആവാം ഈ ഒരു സമയത്ത്. അതിന്റെ ഈ ഒരു ബിഗ് ബോസ് ഒക്കെ അങ്ങോട്ട് പയ്യെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഓക്കെയാണെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ റോബിനായതുകൊണ്ട് നമുക്ക് ഇതിനകത്തും അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ 100% നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റൂല. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി ചിലപ്പോൾ എല്ലാവരും പറയാൻ സാധ്യത കേട്ടോ, ഇവൻ പരദൂഷണം പറയുന്നതാണ്, ഇവൻ ഏഷ്യനി ഇരുന്ന് പറയുന്നതാണ്, അതായത് പണ്ട് അമ്മാവന്മാരൊക്കെ ഇരുന്ന് പറയുന്ന പോലെ പറയുന്നതാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതെനിക്കൊരു കണ്ടന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ, സീ യു.